സർവ്വ പല കുറ്റങ്ങൾക്കും പരലോക കോടതി വരെ ചിലപ്പോൾ ശിക്ഷയില്ലാതെ വരും. ഈ കേസ് അങ്ങനെയല്ല. ഇത് വരമ്പത്ത് നിന്ന് കൂലി കിട്ടുന്ന കേസാണ്. ആരൊക്കെ ഉമ്മയെ ബുദ്ധിമുട്ടിച്ചോ ബാപ്പയെ ബുദ്ധിമുട്ടിച്ചോ അതിനുള്ള പ്രതികാരം നമ്മൾ തൗബ ചെയ്യാതെ പിന്നെയും അതേ നിലപാടിലാണ് പോകുന്നതെങ്കിൽ നമുക്കും വളർന്നു വരുന്നില്ലേ മക്കളും മരുമക്കളുമൊക്കെ അവരും നമ്മയിട്ട് ഇങ്ങനെ പകരം തീർക്കുന്ന സ്വഭാവക്കാരായി മാറാൻ അധിക കാലമൊന്നും വേണ്ടല്ലോ. അന്ന് നമ്മളുടെ കണ്ണുനീരുകൾ ആരാണ് കാണാനുണ്ടാവുക? പലരും പുറത്തേക്ക് ചിരിക്കും, എൻ്റെ വീട്ടിൽ എനിക്ക് സമാധാനമാണെന്ന് പലരോടും പറയും. പക്ഷേ ഒരു 5 മിനിറ്റ് അവരെ ഒന്ന് മാറ്റി നിർത്തിയിട്ട് ഉമ്മാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ, ഉപ്പാ നിങ്ങളുടെ മനസ്സൊന്ന് തുറക്കൂ എന്ന് പറയുമ്പോ നിങ്ങളുടെ മുമ്പിൽ വെച്ച് പൊട്ടി പൊട്ടി കരഞ്ഞിട്ട് അവരുടേതായ പരാതികളുടെ ഭാണ്ഡക്കെട്ടുകളൊന്ന് നമ്മുടെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ആ വേദനാജനകമായ കാഴ്ച എത്ര തവണ എത്ര ആളുകളില്ലെന്ന് നമ്മൾ ഇന്നും കാണുന്നു, കേൾക്കുന്നു. അതുകൊണ്ട് വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണേ. അവരെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടരുത് മക്കളെ. പ്രായം പൂർത്തിയാകുമ്പോൾ പലരും ഉമ്മമാരും ഉപ്പമാരും ഇപ്പൊ പലരും പറയുന്നത് എന്താ, എൻ്റെ മക്കൾക്കും മരുമക്കൾക്കൊക്കെ എന്നെ വേണ്ടാത്തൊരു കാലം വരെയുള്ള ആയുസ് എനിക്ക് കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. അത് പറയുന്ന പലരോടും നമ്മൾ പറയും, അങ്ങനെ പറയല്ല ഉമ്മ, അങ്ങനെ ചിന്തിക്കല്ല ഉപ്പ, ദുആ ചെയ്യേ, നമ്മുടെ മക്കൾക്ക് നല്ല മനസ്സ് വരും. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. എന്തേ അവർക്കുള്ള നടുക്കം എന്താണെന്നോ അവരും പലതും കാണുകയാണ്. പ്രായമായി കഴിയുമ്പോൾ പിന്നെ എല്ലാ മക്കൾക്കും തിരക്കായി, പിന്നെ ഉമ്മാനെ ആര് നോക്കും ഉപ്പാനെ ആര് നോക്കുന്ന നറുക്കെടുക്കുകയാണ്. എൻ്റെ മാത്രം ബാപ്പയെന്നല്ലോ, എൻ്റെ മാത്രം ഉമ്മെന്നല്ലോ, 6 മാസം നീ കൊണ്ടുപോയി നോക്ക്. ഈ ഉമ്മ കാരണം, ഈ ഉപ്പാനെ ഞാൻ നോക്കുന്നത് കാരണം നിങ്ങളൊക്കെ കശ്മീരിലേക്കും പലയിടങ്ങളിലേക്കും നിങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉദ്ദേശിക്കുമ്പോഴൊക്കെ ടൂർ പോകുന്നു. പക്ഷേ ഈ തള്ളയെയും തന്തയെയും ഞാൻ മാത്രം നോക്കുന്നു എന്നതുകൊണ്ട് ജീവിതത്തിൽ എനിക്കോ എൻ്റെ ഭാര്യക്കോ ഒരു ടൂർ പോകാൻ പോലും സാധിക്കാതെ ഞങ്ങൾ നരകിക്കുകയല്ലേ എന്നൊക്കെ പറയുന്ന അടക്കം പറച്ചിലുകൾ ഈ ഉമ്മയും ഉപ്പയും കേൾക്കേണ്ടി വന്നാൽ ആ കണ്ണുനീര് വീഴുന്ന പുല്ലിൽ പോലും തീ പടർന്ന് പിടിക്കൂലേ? ആരൊക്കെ മക്കൾ, എത്ര മക്കൾ ഉമ്മാക്കുണ്ടാവട്ടെ ഉപ്പാക്കുണ്ടാവട്ടെ, അവരും നോക്കണ്ടേ എന്ന് പറഞ്ഞ് തർക്കിക്കുന്നതിന് പകരം എനിക്കെൻ്റെ ഉമ്മാനെ നോക്കാൻ അവസരം കിട്ടിയോ ഞാൻ ഭാഗ്യവാനാണെന്ന് കരുതണം. മറ്റോ നോക്കിയോ നോക്കിയില്ലേ, നോക്കണമെന്ന് അവന് ബോധമുണ്ടെങ്കിൽ അവൻ നോക്കട്ടെ, നോക്കണമെന്ന് അവൾക്ക് ബോധമുണ്ടെങ്കിൽ അവൾ നോക്കട്ടെ. ഇപ്പൊ എനിക്ക് കിട്ടിയ അവസരമാണ്, അത് ഞാൻ വിട്ടുകൊടുക്കൂല എന്ന ഈമാനികമായ പരലോക ബോധത്തോടെ നിങ്ങൾ വളർത്തുന്നു എങ്കിൽ സ്വർഗമല്ലേ, ആ തൃപ്തിയിലല്ലേ തഹജ്ജുദിന് എഴുന്നേറ്റ് വിറയാർന്ന കൈകളോടുകൂടി ഉമ്മ ദുആ ചെയ്യുന്നു, എൻ്റെ മോന് വേണ്ടി എൻ്റെ മക്കൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാതാപിതാക്കൾ ദുആ ചെയ്യുമ്പോൾ ആ ദുആയുടെയൊക്കെ പ്രിയമുള്ളവരെ അർത്ഥങ്ങളും വിലയുമൊക്കെ അവർ മരിച്ച് മണ്ണടിഞ്ഞ് ഖബറിലേക്ക് പോകുമ്പോ നമുക്ക് വേണ്ടി ഇന്ന് ഉയർത്താൻ വിറയാർന്ന കൈകളില്ലല്ലോ എന്ന വേദന അത് നഷ്ടപ്പെട്ട മക്കൾക്കേ അറിയൂ എന്ന് നിങ്ങൾ ചിന്തിക്കണം. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും കടമകൾ നിറവേറ്റണം. ഇനി മരിച്ചാലും മറക്കരുത്, ദിനേന അവർക്ക് വേണ്ടി നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വലതുൻ സാലിഹുൻ യദഉ ലഹു, അവർക്കായി പ്രാർത്ഥിക്കുന്ന മക്കൾ, സന്താനങ്ങൾ, നമ്മൾ മരിക്കോളം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.